എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു എയിംസ് വ്ലോഗ്. രണ്ടാണെങ്കിലും മൂന്നാണെങ്കിലും ഇവർക്ക് എന്താണ് പ്രശ്നം? എന്നോട് ആരും ക്ലാരിഫിക്കേഷൻ, ഞാൻ എന്തിനാ ഇവർക്ക് ക്ലാരിഫിക്കേഷൻ കൊടുക്കുന്നേ? നമ്മളെ കാണുമ്പോൾ ഒരു കോമിക്കായിട്ട് മലയാട്ടൊക്കെ കാണുന്നുണ്ട്. ഈ ഫീൽഡ് വെച്ച് നമുക്ക് എന്തുണ്ടാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ സീറോ ബാലൻസ് തന്നെ പറയാം. ഇന്റർവ്യൂവിൻ്റെ അകത്താ ചോട്ടില്ല. ആദ്യമേ തന്നെ നമുക്കൊരു വീഡിയോ കണ്ടു നോക്കാം, എന്നിട്ട് നമുക്ക് അതിനെ കുറിച്ച് സംസാരിക്കാം. കേരളത്തിന്റെ സൂപ്പർ സ്റ്റാർ തന്നെയാന്ന് പറയാം. സോ ലെറ്റ്സ് വെൽക്കം AJP അലിൻ ജോസ് പെരേര. നല്ല കലിപ്പ് മോഡലാണല്ലോ. എന്ത് പറ്റി? സൂപ്പർ സ്റ്റാർ ആയതിന്റെ ഒരു കലിപ്പ് മോഡാണോ? ആൾക്കാർ പറയുന്നതായിരുന്നു, നമ്മൾ സ്വയം പറയുന്നത്. അപ്പം രേണു സുധി ഇപ്പൊ വൈറലായത് അലിൻ ജോസ് പെരേര ആൽബത്തിൽ ഉള്ളത് കൊണ്ടാണോ? സുജി ഓൾറെഡി ഫെയിം ആണല്ലോ, പിന്നെ ഞാനായിട്ട് വൈറലാക്കേണ്ട പിന്നെ കണ്ടന്റുകൾ മറ്റേ കുറച്ചുകൂടിയൊക്കെ വൈറൽ ആൾക്കാരിലേക്ക് എത്തുന്നു മാത്രം. കുറച്ചുകൂടിയൊക്കെ രേണു സുധി എന്ന് പറയുന്ന ആളുടെ അഭിനയമൊക്കെ ഇഷ്ടപ്പെട്ടോ? തിരക്കണില്ല. അലിൻ ജോസിനേക്കാൾ അടിപൊളിയായിട്ട് രേണു സുധി അഭിനയിക്കുന്നു എന്നാണ് പറയുന്നത്. രീതികൾ ഞാൻ ചെയ്യുന്നു, അവരുടെയായിട്ടുള്ള ഒരു ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നമ്മളെ കാണുമ്പോൾ ഒരു കോമിക്കായിട്ട് കോമളിയായിട്ടൊക്കെ കാണുന്നുണ്ട്. ഈ ഫീൽഡ് വെച്ച് നമുക്ക് എന്തുണ്ടാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ സീറോ ബാലൻസ് തന്നെ പറയാം. അമ്മയും അമ്മയൊക്കെ നോക്കുന്നുണ്ട്. മറ്റേ ഇപ്പൊ പ്രോഗ്രാമുകൾ കൊണ്ട് എല്ലാ ദിവസം പോകുന്നില്ലെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസം പോകുന്നുണ്ട് വീട്ടിലേക്ക്. അമ്മയെ വിളിക്കാൻ പറ്റുമോ? ഇന്റർവ്യൂല പറയും. ഇന്റർവ്യൂവിന്റെ അകത്താ ചോട്ടില്ല. ഹലോ, ചെലവിനൊക്കെ ഞാൻ പൈസ തരാറില്ലേ? അത് ചോദിക്കാൻ വേണ്ടി വിളിച്ച. ആളൊരു ഉച്ചാറില്ലല്ലോ. നമ്മൾ തിയേറ്ററിൽ കാണുമ്പോൾ ഉള്ള ഒരു വൈബ്രന്റ് ആയിട്ടുള്ള ആളല്ലേ ഇന്റർവ്യൂ ഫ്ലോറിൽ വേറെ ഒരാളായിട്ടിരിക്കുന്നത്. എന്ത് പറ്റി? ഇപ്പോൾ ഒരാൾ ഓരോ ക്യാരക്ടറായിട്ട് മനസ്സിലായി. നമ്മൾ ആ ഒരു ടിപ്പിക്കൽ ടൈമിൽ ആ ഒരു സംഭവങ്ങൾ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ബേസിക്കലി ആ ഒരു ക്യാരക്ടർ ആ ഒരു ക്യാമറയ്ക്ക് എപ്പോഴും ക്യാമറയ്ക്ക് മുന്നിൽ ഒരേ ക്യാരക്ടറായിട്ട് നിൽക്കാൻ പറ്റും. ഗേൾ ഫ്രണ്ട്സ് ഒരുപാടുണ്ട്, പക്ഷേ ഒരു ടിപ്പിക്കലായിട്ടുള്ളൊരു സമയം കിട്ടണ്ടേ ചേച്ചി? ജോലി തിരക്കല്ലേ? കല്യാണം കഴിക്കാൻ ചുരുങ്ങിയത് ഒരു മണിക്കൂറെങ്കിലും കിട്ടണ്ടേ? ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, ഒരാൾ ഉപദ്രവിക്കാൻ വേണ്ടി വന്നപ്പോൾ അലിൻ ജോസ് ഓടി പോകുന്നത്. ഫൈറ്റ് ചെയ്യാൻ അറിയാൻ പാടത്തൊന്നും അല്ല, വേണമെങ്കിൽ ഒരു എണ്ണം പൊട്ടിക്കാം. പക്ഷെ അവന് ഈ മറ്റേ സൈക്കോ ക്യാരക്ടറൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ആളായതുകൊണ്ട് ചിലപ്പോൾ അതിൽ കൂടുതൽ നമുക്ക് ചിലപ്പോൾ തിരിച്ചു കിട്ടാം. നമുക്ക് സിനിമയെ കാണുന്ന പോലെ ഫൈറ്റ് ചെയ്യാനുള്ള ഒരു ആരോഗ്യം എനിക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതൊരു താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. പിന്നെ ക്യാമറ ഉണ്ട്, അപ്പം അതുകൊണ്ട് ഒരു ആളെ കളിക്കണ്ടല്ലോ എന്ന് ഓർത്ത്. അപ്പം അലിൻ ജോസിന്റെ ഏറ്റവും പ്രിയപ്പെട്ട താരം ആരാണ് മലയാളത്തില്? എന്റെ തന്നൊന്നും ദിലീപാണ്. ദിലീപിന്റെ പ്രിൻസ് ആൻഡ് ഫാമിലി ഉണ്ടായിരുന്നോ? കണ്ടായിരുന്നു. അതിൽ കുറച്ച് എന്നെ ഇമിറ്റേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഫസ്റ്റ് സെക്കൻഡ് ഹാഫിൽ നായിക ഇമിറ്റേറ്റ് ചെയ്തിട്ടുണ്ട്. പ്രിൻസ് ആൻഡ് ഫാമിലി മൂവി റിവ്യൂ ഇംഗ്ലീഷ് പറയാമോ? പ്രിൻസ് ആൻഡ് ഫാമിലി മൂവീസ് ബൈ ജനപ്രിയ ഹീറോ ദിലീപ് സാർ. ഹി ഈസ് വണ്ടർഫുൾ ആക്ടർ ആൻഡ് ഇറ്റ്സ് നോട്ട് എ കോമഡി മൂവി. ഇറ്റ് ഈസ് എ ഫാമിലി ഇമോഷണൽ ഡ്രാമ ആൻഡ് എ സിറ്റുവേഷൻ ലൈക്ക് എ family life situation, a husband and after marriage so many problems with him and she realizing the situation to encouraging this go this way, that way, best stop എറണാകുളം ഫിലിമിന്റെ റിവ്യൂ ഒക്കെ കിട്ടി. ഇനി ബിഗ് ബോസിൽ കിട്ടാന്നുണ്ടെങ്കിൽ AJP പോകും? വിളിച്ചാൽ ഡെഫിനറ്റ്ലി നമുക്ക് പ്രൈവസി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോകും. അല്ല, നമ്മൾ ബാത്റൂമിൽ ക്യാമറ വെക്കുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ടെന്നൊക്കെ കേട്ടോ. അത് നല്ലതല്ലെന്ന് ഞാൻ പറയും. മീഡിയ ഒക്കെ പറയുമ്പോഴാണ് ഈ നടിമാർക്ക് കൊടുക്കാനൊക്കെ പോകുന്നത്, അല്ലാണ്ട് നമ്മൾ ഓപ്പണായിട്ട് കേൾക്കാൻ പോകാറൊന്നുമില്ല. ഇതുവരെ ഒരു ബിഗ് ബോസ് ആയിരിക്കില്ല ഞാൻ. അതോ വളർന്നു കഴിഞ്ഞാൽ അലിൻ ജോസ് സൗന്ദര്യം എന്ന് പറയുന്നതിൽ എന്താണ് വിശ്വസിക്കുന്നത്? ഒരാൾ എങ്ങനെ സൗന്ദര്യം ഉള്ള ആളായിരിക്കണം എന്നാണ് വിശ്വസിക്കുന്നത്? ചേച്ചിയെ പോലെ, എന്നെ പോലെ. അലിൻ ജോസിന് സങ്കല്പത്തിലുള്ള ഭാര്യ എങ്ങനെയായിരിക്കണം? നമ്മൾ മനസ്സിലാക്കുന്ന വ്യക്തിയായിരിക്കണം, സമാധാനം തരുന്ന വ്യക്തിയായിരിക്കണം. ഫെയിമോ പബ്ലിസിറ്റിയോ ഇല്ലെങ്കിൽ പോലും നമ്മളൊപ്പം ജീവിക്കുന്ന ഒരു കുട്ടിയായിരിക്കണം. ഒരു വ്യക്തി ഉണ്ടായിരുന്നു, പക്ഷെ ആ വ്യക്തി നമ്മളെ തേച്ചിട്ട് പോയി. സങ്കടമുണ്ട്. കാരണം നമ്മൾ ഒന്ന് ആരാധന ഉണ്ടെങ്കിൽ അത് പറയുക, അല്ലാണ്ട് നമ്മളെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞ ഒരു ഫോട്ടോ അടിപ്പിക്കുക, സ്റ്റോറി എന്നിട്ട് നമ്മൾ ഇതാക്കുക. പിന്നെ ഒരുപാട് പേര് അങ്ങനെ വിളിക്കാറുണ്ട് കല്യാണം കഴിക്കാന്നൊക്കെ പറഞ്ഞു, പക്ഷേ നമ്മളത് ആ ഒരു ലൈനിൽ എടുക്കുകയുള്ളൂ. ഗൾഫ് രാജ്യങ്ങളിലുള്ള മാത്രമേ എനിക്ക് വിശ്വാസമുള്ളൂ. കാരണം കേരളത്തിലെ ആൾക്കാരെ ഞാൻ വിശ്വസിക്കുന്നത് ഇവിടെ ഇന്റലിജന്റ് നിഖില വിമലിനെ പോലത്തെ വ്യക്തികളെ എന്നെ മനസ്സിലാക്കുകയുള്ളൂ. ബോൾഡ് ആൻഡ് കുറച്ചുകൂടിയൊക്കെ സംസാരിക്കണം, മനസ്സ് പറയണം, വെട്ടിത്തുറന്ന് പറയണം. ദേഷ്യം വന്നാൽ എന്നെ തല്ലണം. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുന്നൊരു ഫാമിലി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ വാക്കുകളൊക്കെ ഉണ്ടാവല്ലോ പിറക്കി. അലിൻ ജോസ് എങ്ങനെയാ നെഗറ്റീവ് കമന്റ്സിനെയൊക്കെ നേരിടുന്നത്? എങ്ങനെയാ? വായിക്കാറുണ്ട്, അറിയാറുണ്ട്. അപ്പം ഭയങ്കര സീരിയസ് ക്യാരക്ടറാണ് റിയൽ ലൈഫിൽ അലിൻ ജോസ് പെരേര. പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു ക്യാരക്ടറാണ്. ബോഡി ഷേമിംഗ് ചെയ്യുമ്പോൾ എന്താ തോന്നുന്നത്? ബോഡി ഷേമിംഗ് എന്ന് പറഞ്ഞാൽ ഞങ്ങളെ കളിയാക്കിയിട്ടുണ്ടല്ലോ, മറ്റേ കറുത്തവണ്ണിനെ കിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ ആൾക്കാർ തന്നെ വണ്ണ പെണ്ണ് കിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാരിനോട് പറയാനുള്ളത്, ഇപ്പം മെയിനായിട്ട് സിനിമ ഇൻഡസ്ട്രിയിൽ മെയിൻ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾക്ക് അത്യാവശ്യം വണ്ണവും പൊക്കമൊക്കെ ഉണ്ട്. അവർക്ക് പെണ്ണ് കിട്ടിയെങ്കിൽ അവരുടെ നമുക്ക് ഒരു സമയത്ത് എല്ലാം വരും. പെണ്ണല്ല ഒരു ലൈഫിന്റെ ടേണിംഗ് പോയിന്റ്. നമുക്ക് അതിന് മാത്രം വയറൊന്നുമില്ലല്ലോ. വയറുള്ളതുകൊണ്ടല്ലേ ഗർഭിണി എന്ന് പറയുന്നത്. അതിനെ രീതിയിൽ കണ്ടാൽ പോരെ.
ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ഇതൊരു ഇന്റർവ്യൂ നടന്നതാണ് പെരേരയുമായിട്ട്. പക്ഷെ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് അയാളെ എന്തിനോടാ ഉപമിക്കേണ്ടതെന്ന് അറിയത്തില്ല. ഒരു ക്യാമറ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് ആളുകൾ എന്ത് പറഞ്ഞാലും ചെയ്യുന്ന ഒരു വ്യക്തി, ഒരു പച്ചയായ ഒരു മനുഷ്യൻ. വീട്ടിലേക്ക് ഫോൺ ചെയ്തപ്പോൾ തന്നെ അമ്മയുടെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായാലും വീട്ടിൽ പോലും എങ്ങനെയുള്ള ഒരു വ്യക്തിയാണെന്നുള്ളത്. പല പല വീഡിയോകളും നമ്മൾ കണ്ടിട്ടുണ്ട്. അയാൾ ഓടിച്ചിട്ട് ആൾക്കാർ തല്ലാൻ വേണ്ടിയിട്ട് പിടിക്കണ ഒരു വീഡിയോയും വൈറലായിരുന്നു. അങ്ങനെയൊക്കെ ഒരുപാട് ഇൻസിഡന്റ് ഈ ഇന്റർവ്യൂവിൽ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ എന്താ പറയേണ്ടത്? ആ രേണുസുധിയുടെ വീട്ടിൽ വെച്ച് ഡാൻസ് കളിച്ച ഇഷ്യൂവിൽ ഇയാളെ ഞാൻ ഒരുപാട് വിമർശിച്ചൊരു വീഡിയോ ഇട്ടതാണ്. പക്ഷെ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് അയാളിനോടൊരു സഹതാപമാണ്. താൻ പൊട്ടനാവരുത്, പൊട്ടനായിട്ട് അഭിനയിക്കാൻ സിനി എന്തുവാ ഒരു ക്യാമറയുടെ മുമ്പിൽ പറ്റും, പക്ഷെ ജീവിതത്തിൽ കുറച്ചുകൂടി ബോൾഡ് ആയിട്ട് ഫേസ് ചെയ്യണം. ഇതിപ്പോ ഒരു ഇന്റർവ്യൂവിന് ഇരിക്കുന്ന രീതി തന്നെ കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് ആ മനുഷ്യൻ എത്രത്തോളം ഒരു പൊട്ടനാണോ അതോ ഒരു പാവമാണോ അതോ ആക്ടിങ് ആണോ എനിക്കറിയത്തില്ല. ഈ വീഡിയോ കണ്ട് നിങ്ങൾ തന്നെ തീരുമാനിച്ച് കമന്റ് ചെയ്യും. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു വേറൊരു വീഡിയോ കൂടി കാണിച്ചു തരാം. അപ്പോ ഈ തരത്തില് ചേച്ചിയുടെ ലൈഫിൽ ഒരു ആദ്യ വിവാഹം ഉണ്ടായി എന്ന് പറയുന്നത് ചേച്ചിയുടെ ലൈഫിൽ മുന്നേ ഉണ്ടായിട്ടുള്ള ഏതെങ്കിലും ഒരു ദുരനുഭവത്തെയാണോ ഇത്തരത്തിൽ വിവാഹ ജീവിതം അല്ലെങ്കിൽ ആദ്യം വിവാഹം കഴിച്ചു എന്ന തരത്തിൽ പറയുന്നത്? രണ്ടാണെങ്കിലും മൂന്നാണെങ്കിലും ഇവർക്ക് എന്താണ് പ്രശ്നം? എന്നോട് ആരും ക്ലാരിഫിക്കേഷൻ, ഞാൻ എന്തിനാ ഇവർക്ക് ക്ലാരിഫിക്കേഷൻ കൊടുക്കുന്നത്? ഞാൻ എന്തിനാണ് ആ പേര് പോലും എനിക്ക് ഉപയോഗിക്കാൻ കാരണം? ഈ പറയുന്ന വ്യക്തിക്ക് ഒരു ഭാര്യ ഉണ്ട്, 2 മക്കളുള്ളതാണ്. എന്റെ ഭർത്താവാണ് ഇവിടെ ഇരിക്കുന്ന ഈ കൊല്ലം സുധി എന്ന് പറഞ്ഞ ആൾ. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമില്ലേ? പിന്നെ ഞാൻ സത്യം പറഞ്ഞ എനിക്ക് അതിന് മുന്നേ 2 ദിവസം മുന്നേ അടുത്ത ആരോപണം സുധിച്ചേട്ടന്റെ വിവാഹത്തെ പറ്റി, അടുത്തത് കല്യാണരാമനാണ്, കളിയാക്കലാണ്. ഈ മരിച്ചുപോയ വ്യക്തി, മരിച്ച് മണ്ണോട് ചേർന്നൊരു വ്യക്തിയെ പറ്റി ഇങ്ങനെയൊക്കെ പറയാനും ഇങ്ങനെയൊക്കെ കമന്റ് ഇടാനും ഒരു വിവരം കെട്ട ആൾക്കാരാണല്ലോ എന്നാണ് ഞാൻ ഓർക്കുന്നത്. ഇവിടെ നമ്മൾ കണ്ടത് 2 ഇന്റർവ്യൂ. ഒരു ഇന്റർവ്യൂവിൽ രേണു എത്ര ബോൾഡ് ആയിട്ടാണ് തനിക്കെതിരെ വരുന്ന ഒരു നെഗറ്റീവ് കമന്റിന് റിയാക്ട് ചെയ്യണത്. ശബ്ദമുയർത്തി അല്ലെ എന്തുവാ റിയാക്ഷൻ ആകുള്ളന്നല്ല, പക്ഷെ ഒരു റിപ്ലൈ കൊടുക്കുന്നതിൽ പോലും ഭയങ്കര ബോൾഡ് ഉണ്ട്. എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ മറ്റുള്ളവർ ആരും ഇടപെടേണ്ട, എനിക്കറിയാം എന്റെ ജീവിതം നോക്കാനായിട്ടെന്ന് പറയുന്നു. മറ്റൊരാളുടെ അടുത്ത് ഒരു ചോദ്യം ചോദിക്കുമ്പോൾ എന്താ ഭയങ്കര ലാഗ് അടിച്ചിട്ട്, ഞാനിത് ഇടയ്ക്കൊക്കെ നല്ല ഗ്യാപ്പ് വരുന്നത്, അതൊക്കെ ക്രോപ്പ് ചെയ്ത് ഇട്ടത് കൊണ്ടാണ്. ലാഗില് പതുക്കെ എന്തൊക്കെയോ ഒരു വശപ്പശകുള്ള പോലെ. ഐ മീൻ വശപ്പശകെന്നാണോ ആ വാക്ക് എനിക്ക് അവിടെ യൂസ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. പക്ഷെ ഭയങ്കര ഒരു പാവം, എന്താ ഒരു ലൈഫിൽ എല്ലാത്തിനോടും ഒരു ഭയം ഉള്ളത് പോലെ തോന്നുന്നു. പക്ഷെ ഫെയിമിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇത്തിരി തന്നെ ആൾക്കാർ പറഞ്ഞാലും കുഴപ്പമില്ല, എനിക്ക് ഇത്തിരി ഒരു ഫെയിം മതി എന്നുള്ള രീതിയിലാണോ എന്തായാലും ആ ഇന്റർവ്യൂവിൽ പുള്ളി ഇരിക്കുന്ന രീതിയൊക്കെ കണ്ടിട്ട് എനിക്ക് അങ്ങനെ ഒരു സഹതാപമാണ് തോന്നിയത്. അതുപോലെ രേണുവിന്റെ കാര്യം പറയാനാണെങ്കിൽ ഞാനും രേണുവിന്റെ ഹസ്ബൻഡ് ഡെത്ത് ആനിവേഴ്സറിക്ക് കാണിച്ച പ്രായത്തിൽ ഞാനും വിമർശിച്ച ഒരു വ്യക്തിയാണ്. പക്ഷെ അവരുടെ പേഴ്സണൽ ലൈഫിലേക്ക് കിടത്താൻ നമുക്ക് ആർക്കും അവകാശമില്ല. ഒരുപാട് പേര് 1, 2, 3 ഒരു കെട്ടി പരസ്യമായിട്ടും രഹസ്യമായിട്ടും കൊണ്ടു നടക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ പേഴ്സണൽ ലൈഫിൽ എല്ലാവർക്കും ഉണ്ടാകും ഒരു പാസ്റ്റ്. എല്ലാവർക്കും നല്ല കുറച്ചു പേർക്കെങ്കിലും ഉണ്ടാകുമായിരിക്കും പാസ്റ്റ്. അത് ശകഞ്ഞു പോകേണ്ട കാര്യം നമുക്കില്ല. കാരണം അവരുടെ കുടുംബത്തിനും അവരുടെ ഭാര്യക്കും ഭർത്താവിനും അവരുടെ മക്കൾക്കും പ്രശ്നമില്ലാത്ത അത്രയും കാലം നമുക്ക് ആർക്കും അതിൽ പ്രശ്നം വരേണ്ട കാര്യമില്ല. കാരണം അവരുടെ ജീവിതം ജീവിക്കാൻ വിടുക. അതേസമയം എന്തെങ്കിലും നമുക്ക് ക്രിട്ടിസൈസ് ചെയ്യണമെന്ന് തോന്നിയാൽ ഓക്കെ, എല്ലാവർക്കും ഉണ്ട്. നമ്മൾ അങ്ങനെ ഒരു രാജ്യത്താണ് ജീവിക്കുന്നത്, എല്ലാവർക്കും ക്രിട്ടിസൈസ് ചെയ്യാവുന്നതാണ്. പക്ഷെ ഒരു പീക്ക് എത്തിക്കഴിയുമ്പോൾ എല്ലാവരും റിയാക്ട് ചെയ്യും. അപ്പൊ അതനുസരിച്ച് വേണം നമ്മൾ റിയാക്ഷൻ വീഡിയോ ഇടാനായിട്ട്. സോ ഈ 2 വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്നുള്ളത് നിങ്ങളുടെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തിയതിൽ കൂടുതലൊന്നും പറയാനില്ല. ആ 2 വീഡിയോയുടെയും ആ ഒരു ആൾക്കാരുടെ, രേണുവിന്റെ ആയാലും പെരേരയുടെ ആയാലും റിയാക്ഷൻ എങ്ങനെയാണ്, ഇന്റർവ്യൂവിൽ അവർ എങ്ങനെയാണ് സംസാരിക്കുന്നതിൽ ഒരു കമ്പാരിസൺ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കണമെന്ന് തോന്നി. അതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിച്ചത്. സോ ബൈ.